ഗുഡ് മോർണിംഗ് എവരി വൺ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറവലങ്ങാട് വരെ പോവാണ്. കുറവലങ്ങാട് പള്ളിയുടെ അവിടം വരെ വണ്ടി ഓടിച്ച് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. ഈ ചേട്ടൻ എന്നാണ് പറ്റിയത്? ഫ്രണ്ടിലോട്ടാണോ ബാക്കിലോട്ടാണോ? ഒരു തീരുമാനം എടുക്കുക ചേട്ടാ, പെട്ടെന്നെടുക്ക്. വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി, പുറകിലത്തെ ടയറിൻ്റെ പ്രഷർ കുറവാണെന്ന്. അങ്ങനെ അത് മാറ്റാൻ വേണ്ടി നേരെ നമ്മൾ സ്ഥിരം നൈട്രജൻ അടിക്കുന്ന കടയിലോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലത്തെയും ടയറിന് കാറ്റ് കുറവായിരുന്നു. ബാംഗ്ലൂർ പോയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ടയർ പ്രഷർ നോക്കിയിട്ടില്ല. വണ്ടി വൃത്തിയാക്കി ചെയിനെല്ലാം ക്ലീൻ ആക്കി വെച്ചെന്നുള്ളതല്ലാതെ വണ്ടി പുറത്തോട്ടിറക്കുന്നത് ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണ്. അപ്പോഴാണ് സംശയം തോന്നിയത്. അപ്പോഴാണ് ഞാൻ എൻ്റെ പുറയിൽ ഇൻസ്റ്റഗ്രാം ഒട്ടിച്ചേക്കുന്നതിൻ്റെ വള്ളിയും പുള്ളിയും ഒന്നും കാണുന്നില്ല. എന്നാൽ പിന്നെ അത് ഒട്ടിച്ചേക്കാന്ന് ഓർത്ത് കട ചെന്നപ്പോൾ കട തേണ്ട അടച്ചിട്ടേക്കുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന അങ്ങോട്ട് പോയി. അവിടെ പിന്നെ ചായ കുടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ചെറുക്കനും പെണ്ണിനും നല്ല വിശപ്പ്. പച്ചക്കുതിരയിലെ ദിലീപ് ഫുഡ് എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ. പിന്നെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഞാൻ പുതുതായിട്ടൊരു മൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെ ആ പരിപാടി അങ്ങ് തീർത്തേക്കാന്ന് വെച്ചു. അങ്ങനെ മൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് നേരെ എൻ്റെ റൂമിലോട്ട് കയറിയ പാടെ ഞാൻ ഈ ഇട പുതുതായിട്ടൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ഗെയിമിംഗ് ചാനലിനെ എന്നാൽ പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം എന്ന് കരുതി ഞാനോട്ട് ഇറങ്ങിയപ്പോൾ രണ്ട് പേര് നല്ല ഉറക്കം. ഒരാൾ മതിലിൻ്റെ മുകളിൽ, ഒരാൾ കാറിൻ്റെ മുകളിൽ. എന്താ ഉറക്കം! പാവം വിസ്കി. ആംഗിൾ ചെക്ക് ചെയ്യാന്ന് ഓർത്ത് വണ്ടിയായിട്ട് പുറത്തോട്ടിറങ്ങി. പക്ഷേ ഇപ്പോഴും ഒരു സൈഡ് ഇങ്ങനെ എന്തോ ഒരു വൃത്തികേട് പോലെ ഇരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഈ പുതിയ ആപ്ലിക്കേഷനിൽ എന്ത് തേങ്ങയാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു പിടുത്തമില്ല. കാരണം ഇങ്ങനെ ഒരു സൈഡ് ചെരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ ഇവനെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ എൻ്റെ മറയൂർ റൈഡ് നോക്കിയാൽ മതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻഡോർക്കിലും മറയൂരിലെല്ലാം കറങ്ങി. ഈവൻ കുറച്ച് നേരമായിട്ടുള്ളത് ഇതായിരുന്നു കേട്ടോ പരിപാടി. വണ്ടി ഇത് കണ്ടില്ലേ, മുഴുവനും നരച്ച പാർട്സെല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമല്ല നമ്മുടെ ഡ്യൂക്കിൻ്റെയും അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല പോലെ. ഈവനിങ് പുറത്തോട്ടൊന്ന് ഇറങ്ങുവാണ്. അപ്പം നമ്മുടെ വിസ്കിക്കുട്ടൻ അവിടെ കിടക്കുന്നു. അവനപ്പം തന്നെ മാറി തന്നു. അപ്പം എല്ലാവരും ചോദിക്കുന്നത് എൻഡോർ ഇറക്കാറില്ലേ? സത്യം പറഞ്ഞാൽ എൻഡോർ ഇറക്കാറുണ്ട്. ഡെയിലി പർപ്പസിന് ഒക്കെയാണ് കൂടുതലും ഇറക്കാറ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സ്റ്റേ ട്യൂൺ. പുതിയ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ കാണാം ഗൈസ്.